ഹായ് മക്കളെ, സാറാണ്. അപ്പോൾ മക്കളെ, +1 അലോട്ട്മെന്റ് കാര്യങ്ങളൊക്കെ അടുത്ത വീക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ കൊമേഴ്സിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്കും ഉള്ളൊരു ഡൗട്ടാണ്, എത്ര A+ ഉണ്ടെങ്കിൽ നമുക്ക് കൊമേഴ്സിൽ ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടും എന്നുള്ളത്. കുറേ കുട്ടികൾ ഇങ്ങനെ മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ആ കാര്യം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ A+ൻ്റെയോ ബേസിൽ നമുക്കതിന് ഒരു ആൻസർ പറയാൻ പറ്റില്ല. കാരണം അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ജസ്റ്റ് സാർ അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് സാർ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ തന്നെ ഒരു സ്കൂളിൻ്റെ റിസൾട്ടാണ്. ഓക്കെ, നന്നായിട്ട് റിസൾട്ടൊക്കെ ഉള്ള ഒരു സ്കൂളിന് അവർക്ക് എന്താണ് അവിടെ കൊമേഴ്സ് സ്ട്രീമിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതിൻ്റെ എന്താണ് ഇപ്പം നിങ്ങളുടെ ഗ്രേഡിന് അല്ലെ, അത് അവർ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ മാറ്റാം. അത് പല സ്കൂളിനും പല രീതിയിലായിരിക്കും. പിന്നെ ആ ഒരു സ്കൂളിൻ്റെ ലൊക്കാലിറ്റി, പെട്ടെന്ന് എത്തിപ്പെടാനൊക്കെ പറ്റുന്ന, അല്ലെങ്കിൽ എന്താണ് കുറേ കുട്ടികൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്കൂളൊക്കെ ആണെങ്കിൽ യെസ്, അതിനനുസരിച്ച് എന്താണ് അവരുടെ ഡിമാൻഡ് മാറ്റാവുന്നതാണ്. പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിലേക്ക് നോക്കുന്ന സമയത്ത് റിസർവേഷൻ അല്ലേ, പല റിസർവേഷൻ കാറ്റഗറി അല്ലെങ്കിൽ ബോണസ് മാർക്കൊക്കെ ഉള്ള കുട്ടികൾ, അപ്പോൾ അതിനനുസരിച്ചുള്ള അഡ്മിഷൻസും കാര്യങ്ങളും നടത്താറുണ്ട്. then അതുപോലെ തന്നെ സ്പോർട്സ്, ഇപ്പം സ്പോർട്സിലൊക്കെ എന്താണ് നമുക്ക് ഗ്രേസ് മാർക്ക് കാര്യങ്ങളൊക്കെ ഉള്ള അല്ലെങ്കിൽ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികളാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് എന്താ ഇതിലെ അഡ്മിഷൻസ് പല രീതിയിൽ മാറ്റം വരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സ്കൂൾ അഡ്മിഷനിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊന്ന് നോക്കാം. ഇനി ഇതല്ലാതെ ഇപ്പം ജസ്റ്റ് എന്താണ് മാർക്കിൻ്റെ ബേസിൽ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ യെസ്, അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. അതായത് ഇപ്പം കഴിഞ്ഞ വർഷം നമുക്ക് ഉണ്ടായിട്ടുള്ള അലോട്ട്മെൻറ്റ്, ടോട്ടൽ അലോട്ട്മെൻറ്റിൻ്റെ ബേസിൽ നമുക്കൊന്ന് സംസാരിക്കാം. ഓക്കെ, അപ്പം കഴിഞ്ഞ വർഷം നമുക്കൊരു 4-5ഓളം അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ 4 A+, ഏറ്റവും ചുരുങ്ങിയ 4 A+ മുതൽ ഉള്ള കുട്ടികൾക്ക് നമുക്ക് കൊമേഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം അത്രയും A+ ഒക്കെ ഉള്ള കുട്ടികൾ യെസ് എന്താണ് പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ആ ഒരു സ്കൂളിലൊക്കെ നിങ്ങൾക്ക് എന്താണ് അഡ്മിഷൻസ് കിട്ടിയിരിക്കും. പിന്നെ നിങ്ങളിവിടെ നോക്കേണ്ട കാര്യം സാർ ഓൾറെഡി പറഞ്ഞത് ഡിപ്പെൻഡ് ആണ്. അത് വർഷാവർഷം ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും. മുൻപൊക്കെ എന്താണ് 2 A+ ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ എന്താണ് കൊമേഴ്സിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വർഷാവർഷം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്താണ് യെസ് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഓർത്ത് വയ്ക്കുക. ഇനി മാർക്ക് മാത്രമാണെങ്കിൽ, മാർക്ക് ബേസ് ചെയ്ത് അല്ലെങ്കിൽ A+ നോക്കിക്കൊണ്ട് മാത്രമാണെങ്കിൽ ഓക്കെ, 4 A+ അതിന് മുകളിലേക്കുള്ള യെസ് എന്താണ് മാർക്കുള്ള കുട്ടികൾക്കൊക്കെ എന്തായാലും ഷുവറായിട്ടും നിങ്ങൾക്ക് കൊമേഴ്സിൽ യെസ് അഡ്മിഷൻ കിട്ടിയിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കുക കേട്ടോ. ഓക്കെ, അപ്പം ടെൻഷൻ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അഡ്മിഷൻസ് ഒക്കെ കിട്ടും. അപ്പം വീണ്ടും നമുക്ക് കാണാം. കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ വരും വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പം വീണ്ടും കാണും വരെ ബൈ.